കഴക്കൂട്ടം മണ്ഡലത്തിലെ ദീർഘകാല സ്വപ്ന പദ്ധതികൾ പ്രാവർത്തികമാക്കാൻ കിഫ്ബി വഴി സാധ്യമാക്കുകയാണ് കടകംപള്ളി സുരേന്ദ്രൻ MLA. മണ്ഡലത്തിൻ്റെ സമഗ്ര വികസനത്തിനായി 717 കോടി രൂപയുടെ സഹായമാണ് കിഫ്ബി വഴി നടത്തുന്നത്. ആരോഗ്യം, വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ തുടങ്ങിയവയ്ക്കായി ഏകദേശം 500 കോടിയോളം രൂപയുടെ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ നടത്തി. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് കിഫ്ബി വളരെ വലിയ സംഭാവനകളാണ് നൽകിയിട്ടുള്ളത്. ഏതാണ്ട് 1 ലക്ഷം കോടി രൂപയുടെ വൻ വികസന നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കിഫ്ബിയുടെ ഫണ്ട് ഉപയോഗിച്ച് മാത്രം കേരളത്തിൽ നടക്കുന്നത്. ബഡ്ജറ്റ് അലോക്കേഷനുകളിലൂടെ വിവിധ ഡിപ്പാർട്ട്മെന്റുകൾക്ക് കിട്ടുന്ന പണം വേറെയാണ്, അത് ഇതിനകത്ത് പെടുന്നില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ വികസനത്തിനായി 58.37 കോടി രൂപയാണ് അനുവദിച്ചത്. എൻ്റെ നിയോജക മണ്ഡലത്തിലും ഏതാണ്ട് എനിക്ക് ബോധ്യമുള്ള, എനിക്കറിയാവുന്ന 500 കോടിയോളം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബി മുഖാന്തരം നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് മെഡിക്കൽ കോളേജിൻ്റെ സമഗ്ര വികസന പദ്ധതിയാണ്. 717.29 കോടി രൂപയുടെ ഒരു വലിയ പ്രൊജക്റ്റാണ് ഗവൺമെൻറ് അംഗീകരിച്ചത്. ഇപ്പോൾ 2 ഘട്ടങ്ങളിലായി ഏതാണ്ട് 254 കോടി രൂപ കിഫ്ബി അനുവദിച്ച് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് നടന്നു വരികയാണ്. മണ്ഡലത്തിലെ സ്വപ്ന പദ്ധതിയായ പേട്ട ആനയറ റോഡ് വികസനത്തിനായി ഇതിന്റെ പണികൾ സമയബന്ധിതമായി പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നു. 2ാം ഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. പേട്ട ആനയറ വെൺപാലവട്ടം റോഡാണ്. അതിന് 143.60 കോടി രൂപയാണ് കിഫ്ബിയിലൂടെ നൽകിയിട്ടുള്ളത്. പേട്ട മുതൽ വെൺപാലവട്ടം വരെയുള്ള 3 കിലോമീറ്റർ ദൂരം 14 മീറ്റർ വീതിയിൽ വികസിപ്പിക്കാനും, ഒരുവാതിൽക്കോട്ട വരെയുള്ള ബാക്കിയുള്ള ദൂരം 12 മീറ്റർ വീതിയിൽ വികസിപ്പിക്കാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. നമ്മുടെ പ്രദേശത്തിൻ്റെ തന്നെ, കടകംപള്ളി പ്രദേശത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറുന്ന തരത്തിലുള്ള ഒരു മാതൃകാ റോഡിന്റെ നിർമ്മാണം ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. റോഡ് വികസനത്തിനായി ശ്രീകാര്യം മേൽപ്പാലം നിർമ്മാണത്തിന് 166 കോടി സാധ്യമാക്കി. സ്ഥലം ഏറ്റെടുക്കൽ നടപടി പൂർത്തീകരിച്ച് പണികൾ ആരംഭിക്കാൻ സാധിച്ചത് വലിയ നേട്ടമാണ്. ഒരു ബൃഹത് പദ്ധതിയാണ് ശ്രീകാര്യം ഫ്ലൈ ഓവർ. ദീർഘകാലമായിട്ടുള്ള ജനങ്ങളുടെ അഭിലാഷമാണത്. 177.53 കോടി രൂപയാണ് ശ്രീകാര്യം ഫ്ലൈ ഓവറിന്റെ നിർമ്മാണത്തിന് വേണ്ടിയിട്ട് കിഫ്ബി അനുവദിച്ചിരിക്കുന്നത്. 4 വരി പാതയാണ്. 2 വശത്തുമായിട്ട് 7.5 മീറ്റർ വീതമാകെ 15 മീറ്റർ വീതിയിലാണ് ഫ്ലൈ ഓവർ വരുന്നത്. 2 വശങ്ങളിലുമായിട്ട് സർവീസ് റോഡുണ്ട്. 5.5 മീറ്റർ വീതിയിലുള്ള സർവീസ് റോഡുകളാണ്. 535 മീറ്ററാണ് ആ ഫ്ലൈ ഓവറിന്റെ ആകെ നീളം. ഇതിനു വേണ്ടിയിട്ട് 1.34 ഹെക്ടർ ഭൂമിയാണ് ഗവൺമെന്റ് ഏറ്റെടുത്തിട്ടുള്ളത്. ആ പദ്ധതിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ ഒരു ലൈറ്റ് മെട്രോയുടെ കാര്യം നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ആ ലൈറ്റ് മെട്രോ വന്നാലും അതിനുകൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള സാങ്കേതിക
വൈദഗ്ധ്യത്തോടു കൂടിയിട്ടുള്ള ഒരു പദ്ധതിയായിരിക്കും സ്വീകാര്യത്ത് വരുന്നത്. ഉള്ളൂർ ഫ്ലൈ ഓവറിന്റെ പ്രാഥമിക ഘട്ടമേ ആയിട്ടുള്ളൂ. അതിനു വേണ്ടിയിട്ട് 54.28 കോടി രൂപയുടെ ഒന്നാം ഘട്ടത്തിന് വേണ്ടിയിട്ടുള്ള പണം കിഫ്ബി അനുവദിച്ചിട്ടുണ്ട്. മണ്ണന്തല പൗടിക്കോണം ശ്രീകാര്യം മാതൃകാ റോഡിന്റെ ഒന്നാം ഘട്ട പ്രവർത്തനം പൂർത്തിയാക്കി. 137 കോടി രൂപയാണ് സ്ഥലം ഏറ്റെടുക്കലിനായി മാത്രം ചെലവഴിച്ചത്. രണ്ടാം ഘട്ട പൗടിക്കോണം ശ്രീകാര്യം സ്ഥലം ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചിട്ടുണ്ട്. മറ്റൊന്ന് മണ്ണന്തല പൗടിക്കോണം റോഡാണ്. ആ മാതൃകാ റോഡിനും ഇതിനകം 182.37 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അതിൽ 105 കോടി രൂപ അതിനാവശ്യമായിട്ടുള്ള സ്ഥലം എടുക്കുന്നതിന് വേണ്ടി മാത്രമാണ് ഇപ്പം നമ്മൾ ചെലവഴിച്ചിരിക്കുന്നത്. ശ്രീകാര്യത്തു നിന്ന് ആരംഭിച്ച് പൗടിക്കോണം വഴി മണ്ണന്തല വരെയുള്ള 7 കിലോമീറ്റർ വരുന്ന ഭാഗമാണ് 2 ഘട്ടങ്ങളിലായി നവീകരിക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. ആദ്യഘട്ടത്തിൽ മണ്ണന്തല കേരളാദിത്യപുരം പൗടിക്കോണം ജംഗ്ഷൻ റോഡ് വികസനവും രണ്ടാമത്തെ ഘട്ടത്തിൽ സൊസൈറ്റി ജംഗ്ഷൻ മുതൽ ശ്രീകാര്യം വരെയുള്ള റോഡ് നവീകരണവുമാണ് നടക്കുന്നത്. ശബരിമല ഇടത്താവളം എന്നറിയപ്പെടുന്ന കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിനായി 10 കോടി രൂപയാണ് വകയിരുത്തിയിട്ടുള്ളത്. ഇടത്താവളം പദ്ധതിയായിട്ടാണ് ഇത് നടപ്പിലാക്കിയത്. കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രം അവിടെ കിഫ്ബിയിലൂടെ 100 കോടി അനുവദിച്ച് 10 ഇടത്താവളങ്ങൾ നിർമ്മിക്കുന്നതിൽ ഒന്ന് കഴക്കൂട്ടം മഹാദേവ ക്ഷേത്രത്തിൽ നിർമ്മിച്ച് പൂർത്തീകരിച്ചിരിക്കുകയാണ്. മുഖ്യമന്ത്രി 13-ാം തീയതി ഇടത്താവളം നാടിനായിട്ട് സമർപ്പിക്കുന്നുണ്ട്. 10 കോടിയാണ് നമ്മൾ ലക്ഷ്യമിട്ടതെങ്കിൽ ഇപ്പോൾ 11 കോടിയിലധികം രൂപ ചെലവഴിച്ചാണ് ഇടത്താവളത്തിന്റെ നിർമ്മാണം പൂർത്തീകരിച്ചിട്ടുള്ളത്. പൊതുവിദ്യാഭ്യാസത്തിനായി ഏകദേശം 47 കോടിയോളം രൂപയാണ് ചെലവഴിച്ചിരിക്കുന്നത്. കഴക്കൂട്ടം ഹയർ സെക്കൻഡറി സ്കൂൾ, കുളത്തൂർ ഹയർ സെക്കൻഡറി സ്കൂൾ, പെരുമാതുറ ഗവൺമെന്റ് LP സ്കൂൾ എന്നിങ്ങനെ സ്കൂളുകൾക്കായും അടിസ്ഥാന സൗകര്യ വികസനത്തിനായും 11 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ആറ്റിപ്പുറ ഗവൺമെന്റ് ITI ഉണ്ട്. അത് പട്ടികവർഗ വകുപ്പിന്റെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള ITI ആണ്. അവിടെ കിഫ്ബിയിൽ നിന്ന് 2 കോടി രൂപ ചെലവഴിച്ച് പുതിയ മന്ദിരത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട്. കാര്യവട്ടം യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ കിഫ്ബി സഹായത്തോടെ 35 കോടി രൂപയുടെ വിവിധ പദ്ധതികളാണ് നടപ്പിലാക്കുന്നത്. 7.6 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ സാധ്യമാക്കി. പിന്നെ കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജിന് 16 കോടി രൂപയുടെ കിഫ്ബി പദ്ധതി കാര്യവട്ടം യൂണിവേഴ്സിറ്റി കോളേജ് നടക്കുന്നുണ്ട്. കഴക്കൂട്ടം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, കുളത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയിട്ടുള്ള സ്കൂളുകൾക്ക് 6 കോടി രൂപ വീതം ചെലവഴിച്ചിട്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്.
മണ്ഡലത്തിലെ തന്നെ മറ്റൊരു സ്വപ്ന പദ്ധതിയായ ആക്കുളം കായൽ നവീകരണത്തിനായി 98 കോടി രൂപയാണ് നീക്കിവച്ചിരിക്കുന്നത്. സാങ്കേതിക പ്രശ്നങ്ങൾ നേരിടുന്ന ഈ പദ്ധതി ഉടൻ ആരംഭിക്കാൻ സാധിക്കും എന്ന പ്രതീക്ഷയിലാണ്. ഉരുക്കിൽപ്പെട്ട് നടത്താൻ കഴിയാതെ പോയ ഒരു പദ്ധതിയാണ്. ഇനി നടന്ന് തുടങ്ങിയിട്ടുള്ള ഒരു പദ്ധതിയാണ് ആക്കുളം കായൽ പുനരുജ്ജീവന പദ്ധതി എന്ന് പറയുന്നത്. മാലിന്യ നിക്ഷേപവും കുളവാഴകളും നിറഞ്ഞ മലിനമായ ആക്കുളം കായലിനെ രക്ഷിക്കാൻ 98 കോടി രൂപയുടെ ഒരു പുനരുജ്ജീവന പദ്ധതിക്കാണ് കിഫ്ബിയുടെ അംഗീകാരം കിട്ടിയതും അതിനു വേണ്ടിയിട്ടുള്ള പണം കിഫ്ബി അനുവദിച്ചതും. പക്ഷേ ചില സാങ്കേതികമായിട്ടുള്ള പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഉദ്യോഗസ്ഥ തലത്തിലും മറ്റുമെല്ലാം തന്നെ നടക്കുന്നതായിട്ടുള്ള നീക്കങ്ങളുടെ ഭാഗമായിട്ടാണ് ആ പദ്ധതി ഇനിയും ആരംഭിക്കാൻ കഴിയാതെ പോകുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി ഇത് പൂർത്തീകരിക്കുമ്പോൾ കുടിക്കാൻ പറ്റുന്ന തരത്തിലുള്ള വെള്ളമാക്കി ആക്കുളം കായലിലെ വെള്ളം മാറ്റാനായിട്ട് ഈ പദ്ധതിയിൽ പരിപാടിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചില സാങ്കേതിക തടസ്സവാദങ്ങൾ ഉന്നയിച്ചിരിക്കുന്നത്. ടെക്നോ പാർക്ക് ഫേസ് 4 വികസനം അത് കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചാണ് ചെയ്യുന്നത്. 100 കോടി രൂപ ചെലവഴിച്ചാണ് ടെക്നോ പാർക്ക് ഫേസ് 4 വികസനത്തിനാവശ്യമായിട്ടുള്ള കെട്ടിടങ്ങൾ നിർമ്മിച്ച് കമ്പനികൾക്ക് കൈമാറിയിട്ടുള്ളത്. ഇതെല്ലാം എനിക്ക് നേരിട്ട് ബോധ്യമുള്ളതാണ്. ഇത് കൂടാതെ വിവിധ വകുപ്പുകളുടെ ഭാഗമായിട്ട് ഈ മണ്ഡലത്തിലും കിഫ്ബി ഫണ്ട് ഉപയോഗിച്ചിട്ടുള്ള മറ്റു ചില വികസന പ്രവർത്തനങ്ങൾ കൂടെ നടക്കുന്നുണ്ടെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതാണ്ട് 500 കോടിയിൽ പരം ഉറുപ്പികയുടെ വികസന പ്രവർത്തനങ്ങൾ കിഫ്ബിയിലൂടെ മാത്രം നമ്മുടെ മണ്ഡലത്തിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ചിലത് പൂർത്തീകരിച്ചു, ചിലത് പൂർത്തീകരണത്തിൻ്റെതായിട്ടുള്ള ഘട്ടത്തിലാണ്. ഒരു പിടി എടുത്തു പറയേണ്ട വികസന പ്രവർത്തനങ്ങളാണ് മണ്ഡലത്തിൽ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിന്റെ വികസന മുന്നേറ്റത്തിനൊപ്പം കഴക്കൂട്ടം മണ്ഡലവും കുതിക്കുകയാണ്. അഞ്ചുവിളക്കിൻ്റെ നാടായ ചങ്ങനാശ്ശേരിയുടെ വികസന വിശേഷങ്ങളാണ് ഇന്ന് ഒന്നിച്ചു മുന്നേറിയ പതിറ്റാണ്ടിൽ. മണ്ഡലത്തിൻ്റെ സമഗ്ര മേഖലയിലും ഊന്നിയുള്ള വികസനമാണ് ഇവിടെ കാണാനാവുക. ദിശാബോധത്തോടെയുള്ള വികസന പ്രവർത്തനങ്ങൾ ചങ്ങനാശ്ശേരിയുടെ പേരും പെരുമയും നിലനിർത്തുന്നുമുണ്ട്. ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയെ കൂടാതെ ചങ്ങനാശ്ശേരി താലൂക്കിലെ കുറിച്ചി, മാടപ്പള്ളി, പായിപ്പാട്, തൃക്കൊടിത്താനം, വാഴപ്പള്ളി എന്നീ പഞ്ചായത്തുകൾ ചേർന്നുള്ള നിയമസഭാ മണ്ഡലമാണിത്. ആരോഗ്യ വിദ്യാഭ്യാസ പശ്ചാത്തല മേഖലകളിലെ വികസന കാര്യങ്ങളിൽ ചങ്ങനാശ്ശേരി മുൻപെങ്ങുമില്ലാത്ത വിധമാണ് മുന്നേറുന്നത്. പുത്തൻ വികസന സങ്കല്പങ്ങൾ വഴി മണ്ഡലം മാറ്റത്തിൻ്റെ പാതയിലാണ്. ഞാൻ വളരെ സന്തോഷത്തോടെയാണ് നിങ്ങളുടെ മുമ്പിൽ കിഫ്ബിയെ പറ്റി പറയാൻ വേണ്ടിയിരിക്കുന്നത്. കിഫ്ബി വഴി ചങ്ങനാശ്ശേരി നിയോജകമണ്ഡലത്തിൽ വിവിധ പദ്ധതികൾക്ക് 350 കോടിയിലധികം രൂപ നമുക്ക് ലഭിച്ചു. ആശുപത്രി, സ്കൂള്, റോഡ്, അതോടൊപ്പം തന്നെ ROB ഇങ്ങനെ വിവിധ പദ്ധതികൾക്ക് വേണ്ടി 350 കോടി രൂപയുടെ വികസന പദ്ധതികൾ കിഫ്ബി ഫണ്ടിൽ കൂടി നമുക്ക് ലഭിച്ചു എന്ന് പറയുമ്പോൾ ചങ്ങനാശ്ശേരി ഒരു കാലത്തും കാണാത്ത വികസനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരോഗ്യ മേഖലയിൽ വൻ കുതിച്ചുചാട്ടമാണ് ചങ്ങനാശ്ശേരിയിൽ നടക്കുന്നത്. നഗരഹൃദയത്തിലെ ജനറൽ ആശുപത്രി സ്വകാര്യ ആശുപത്രികളോട് കിടപിടിക്കുന്ന തരത്തിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. 80 കോടി 41 ലക്ഷം രൂപ മുതൽ മുടക്കി നിർമ്മിക്കുന്ന അത്യാധുനിക നിലവാരമുള്ള കെട്ടിടം, പ്രത്യേക OP കെട്ടിടം, ഓർത്തോ വിഭാഗം കെട്ടിടം,
സ്വീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ്, ഓക്സിജൻ പ്ലാന്റ്, മോർച്ചറിക്ക് പുതിയ ഫ്രീസർ സംവിധാനം, ഒപ്താൽമോളജി, ശസ്ത്രക്രിയാ വിഭാഗം, നിർമ്മാണത്തിലിരിക്കുന്ന ഡയാലിസിസ് യൂണിറ്റ് എന്നിവയെല്ലാം ആശുപത്രിയെ മികവുറ്റതാക്കുന്നു. ഇതോടൊപ്പം കുറിച്ചി സജീവോത്തമം കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ ഐസൊലേഷൻ വാർഡ്, 10 സെമി ICU സംവിധാനമുള്ള കിടക്കകളോടുകൂടിയ പുതിയ ബ്ലോക്ക് എന്നിവ എടുത്തു പറയേണ്ടവയാണ്. അടുത്ത ഘട്ടമായി ഇവിടെ 4 കോടി രൂപ മുതൽ മുടക്കി പുതിയ കെട്ടിടം പണിയാനുള്ള നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. വർഷത്തില് ഐസൊലേഷൻ വാർഡ് ഇനോഗ്രേറ്റ് ചെയ്തു. 10 ബെഡുള്ള വാർഡാണ്. വളരെ നീറ്റും എല്ലാം കംഫർട്ടബിൾ ആയിട്ടുള്ള ബെഡാണ് നമുക്ക് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് ഒരു 125 പേഷ്യന്റോളം ഇപ്പം നമുക്ക് അഡ്മിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മുടെ പ്രൈവറ്റ് ആശുപത്രി മാറുന്ന രീതിയിലുള്ള അനുഭവമായിരുന്നു എനിക്ക് ഇവിടെ കിട്ടിയത്. അവിടെ നല്ല ചികിത്സ തന്നെയാണ്. ഇവിടെ എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. ശുചിത്വ ആശുപത്രിയെ സംബന്ധിച്ച് എനിക്ക് ഒത്തിരിയേറെ ആളുകൾ അവിടെ പല രീതിയിലും പ്രസംഗിച്ചെങ്കിലും ഇന്ന് അവരെല്ലാം ഒരേ സ്വരത്തിൽ എന്നെ അപ്രീഷിയേറ്റ് ചെയ്യുകയാണ്. ഞങ്ങളെയൊക്കെ സംബന്ധിച്ച് ഇത് വലിയൊരു അനുഗ്രഹമാണ്. അവിടെ നല്ല ആശുപത്രി വന്നു, നല്ല കെട്ടിടം വന്നു, കടുത്ത ചികിത്സ വന്നു, ആളുകൾ കടന്നു ചികിത്സിക്കുന്നു. പുതിയ കെട്ടിടം പണിയാൻ വേണ്ടി 4 കോടി രൂപ വന്നിരിക്കുന്നു. ഇതെല്ലാം സത്യമായ യാഥാർത്ഥ്യങ്ങളാണ്. ഇതുപോലൊക്കെ തന്നെ മുന്നോട്ട് തുടർന്ന് പോകണമെന്ന് ഉള്ള ആഗ്രഹം. ചങ്ങനാശ്ശേരി ഗവൺമെൻറ് ആശുപത്രി 80 കോടിയിൽ അധികം രൂപ മുടക്കി 5 നിലയിൽ 5 ഓപ്പറേഷൻ തിയേറ്ററോട് കൂടി അത്യാധുനിക രീതിയിൽ ഒരു മെഡിക്കൽ കോളേജിനോട് തന്നെ കടപിടിക്കുന്ന രീതിയിൽ പണി നടന്നുകൊണ്ടിരിക്കുക. അത് നമുക്ക് അഭിമാനാർഹമായ കാര്യമാണ്. അതോടൊപ്പം തന്നെ ചങ്ങനാശ്ശേരി ഫ്ലൈ ഓവർ അതിൻ്റെ നിർമ്മാണം ഊരാളുങ്കൽ സൊസൈറ്റി ഏറ്റെടുത്തിരിക്കുന്നു. അതിൻ്റെ നിർമ്മാണം ഈ മാസം തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒന്നിൽ ഓഫ്ലൈനായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ നിർവഹിക്കും. അതോടൊപ്പം തന്നെ നമുക്കറിയാവുന്ന പോലെ സ്കൂൾ കെട്ടിടങ്ങൾ, കുറിച്ചിയിലെ സജീവത്വപുരത്ത് നമ്മുടെ ആശുപത്രി പുതിയ കെട്ടിടം പണി പൂർത്തീകരിച്ചതാണ്. ഇതെല്ലാം തൃക്കുടത്താനം പണി പൂർത്തീകരിച്ചു, സജീവത്വപുര ആശുപത്രി പണി പൂർത്തീകരിച്ചു. വിദ്യാഭ്യാസ രംഗത്തെ മികവിന്റെ കേന്ദ്രങ്ങളാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് MLA എന്ന നിലയിൽ ജോബ് മൈക്കിൾ നടത്തുന്നത്. 35 വർഷം വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച ടെക്നിക്കൽ ഹൈസ്കൂളിന് 13 കോടി രൂപയുടെ സ്ഥലവും കെട്ടിടവും ലഭ്യമാക്കിയതാണ് പ്രധാന നേട്ടം. വടക്കേക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 4 കോടി 20 ലക്ഷം രൂപ മുതൽ മുടക്കിയുള്ള ബഹുനില മന്ദിരത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു കഴിഞ്ഞു. ഇതോടൊപ്പം മണ്ഡലത്തിലെ വിവിധ സ്കൂളുകളിൽ പുതിയ കെട്ടിടങ്ങളും പണികഴിപ്പിച്ചു. ചങ്ങനാശ്ശേരി KSRTC ബസ് സ്റ്റാൻഡിന്റെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ്. മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്തിലെ പുതിയ കെട്ടിടവും വികസന പാതയിലെ നാഴികക്കല്ലാണ്. വർഷത്തോളമായ നമ്മുടെ പഴയ ബിൽഡിങ് മുഴുവൻ, അതായത് അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം നഷ്ടപ്പെട്ട ഒരവസ്ഥയിലായിരുന്നു. അതിനെല്ലാം ഉപരി ഇന്ന് അടിസ്ഥാന സൗകര്യങ്ങളും ആധുനിക സൗകര്യങ്ങളോടും കൂടി തന്നെ നമ്മുടെ ഒരു പുതിയ ബിൽഡിങ്ങിന് ബഹുമാനപ്പെട്ട MLA മൈക്കിൾ സാറ് ഒരു 2 കോടി 15 ലക്ഷം രൂപ അദ്ദേഹത്തിൻ്റെ ഫണ്ടിൽ നിന്ന് തരികയും അത് പണി പൂർത്തീകരിക്കുകയും സമയബന്ധിതമായി പൂർത്തീകരിക്കുകയും ചെയ്തു. അതിൽ ഒത്തിരിയേറെ അഭിമാനവും സന്തോഷവും ഉണ്ട്.
5,20,00,000 രൂപ ചെലവഴിച്ച് നിർമ്മിക്കുന്ന മുനിസിപ്പൽ സ്റ്റേഡിയത്തിന്റെ നിർമ്മാണവും പൂർത്തീകരണത്തിലേക്ക് കടക്കുകയാണ്. സ്റ്റേഡിയം യാഥാർത്ഥ്യമാകുന്നതോടെ ചങ്ങനാശ്ശേരിയിലെ ജനതയുടെ ചിരകാല സ്വപ്നങ്ങൾ പൂവണിയും. മണ്ഡലത്തിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാനുള്ള പ്രവർത്തനങ്ങളും പൂർത്തീകരിക്കപ്പെടുകയാണ്. 10 കോടി രൂപ മുടക്കി പെരുന്നയിൽ പണി കഴിപ്പിക്കുന്ന അത്യാധുനിക വാട്ടർ ടാങ്കും മറ്റനുബന്ധ ഓഫീസുകളും അതിവേഗം പൂർണ്ണതയിലേക്ക് എത്തുകയാണ്. പദ്ധതി യാഥാർത്ഥ്യമാകുന്നതോടെ ചങ്ങനാശ്ശേരി നഗരസഭയിലെയും സമീപ പഞ്ചായത്തുകളിലെയും കുടിവെള്ള പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരമാകും. കുറിച്ചി പഞ്ചായത്തിലെ ചാലച്ചിറ, കല്ലുകടവ്, കോയിപ്പുറം റോഡ് BMBC നിലവാരത്തിൽ 2 ഘട്ടങ്ങളായി നിർമ്മിച്ചതും തുരുത്തി, മുളയ്ക്കാംതുരുത്തി റോഡ് നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം പൂർത്തിയായതും പശ്ചാത്തല വികസനത്തിന് അടിത്തറ പാകി. ഇതോടൊപ്പം പാലങ്ങളും കലുങ്കുകളും പണികഴിപ്പിച്ചത് നെൽകർഷക മേഖലയ്ക്ക് തുണയായി. ഞങ്ങൾ കുറേ വർഷങ്ങളായിട്ട് ഞങ്ങൾക്ക് ഇവിടെ ഈ പാലത്തിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. വണ്ടി യാത്രയ്ക്കും ഇപ്പോൾ നടന്നു പോകാൻ കഷ്ടിയുള്ള കാര്യങ്ങളിൽ കാണുന്നത് ഈ കാണുന്ന ചെറിയൊരു പാലം മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ വർഷങ്ങളായിട്ട് ഇപ്പോൾ പഴയ MLA യോടും പലരോടും ഞങ്ങളിങ്ങനെ ഇത് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇതുവരെ അതൊന്നും വീതി കൂട്ടുകയോ പുതുതായിട്ട് പണിയാനൊന്നും പറ്റില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ MLA ജോ മൈക്കിൾ സാറിൻ്റെ സഹായം പോലെ നമ്മുടെ ഈ പാലത്തിന് വീതി കൂട്ടി. ജോയിമക്കൾ MLA ആയ പിന്നെയാണ് ഈ വഴിക്ക് വീതി കൂട്ടി തന്നത്, പാലത്തിന് വീതി കൂട്ടി തന്നതും ഒത്തിരി ഞങ്ങൾക്ക് സൗകര്യങ്ങൾ ഉണ്ടാക്കി തന്നു പുള്ളി. അവിടെ ഒരു 10ഓളം വീടുകാരുണ്ട്. അവർക്ക് എല്ലാവർക്കും അതിൻ്റെ സഹായമുണ്ട്. അതുപോലെ തന്നെ ഈ പാടത്തേക്ക് കൊയ്ത്ത് ക്ഷേത്രം കൊണ്ടുപോകാനും ട്രാക്ടർ അതുപോലുള്ള സാധനങ്ങളെല്ലാം കൊണ്ടുപോകാനുണ്ട്. ഈ പാലം ഇപ്പോൾ ഭയങ്കര സഹായമാണ്. ജംഗ്ഷൻ കേരളത്തിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി വന്നപ്പം അതിലൊരു ജംഗ്ഷൻ തെങ്ങള ആയി എന്ന് പറയുമ്പോൾ നമുക്ക് അഭിമാനിക്കാം. 8 കോടി രൂപയാണ് അതിന് പ്രാരംഭ ആ കാര്യത്തിന് വേണ്ടി ചെന്നിരിക്കുന്നത്. 2,54,00,000 രൂപ വസ്തു എടുക്കുന്ന വകയിൽ തന്നെ കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ വകയിരുത്തിയിട്ടുണ്ട്. അതിൻ്റെ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വികസന സങ്കല്പങ്ങളിൽ ചങ്ങനാശ്ശേരി വേറിട്ട വഴികളിലൂടെയാണ് മുന്നേറുന്നത്. അതുകൊണ്ട് തന്നെ മണ്ഡലത്തിലെ മാറ്റങ്ങൾ ചങ്ങനാശ്ശേരിയുടെ പ്രൗഢിക്കും പെരുമയ്ക്കും അടിവരയിടുകയാണ്.